ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു മോർണിംഗ് സ്റ്റഡി റുട്ടീനാണ് കേട്ടോ, അല്ലെങ്കിൽ ഒരു സ്റ്റഡി വ്ലോഗ് എന്ന് പറയാം. അപ്പോൾ രാവിലെ ഞാൻ എങ്ങനെയാണ് എൻ്റെ പണികൾക്കിടയിലും പഠിക്കുന്നത്, എൻ്റെ പണിയെല്ലാം വേഗം ഒരുക്കി റെഡിയാക്കിയിട്ടും അതേപോലെ പണികൾക്കിടയിലും വീട്ടുജോലികൾക്കിടയിലും എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു വ്ലോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടൈം മാനേജ് ചെയ്യാനും ഒക്കെ ഇത് നിങ്ങൾക്കും ഹെൽപ്പ് ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ. രാവിലെ നേരം കൂടുതൽ പ്രൊഡക്റ്റീവായി പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നേരത്തെ എഴുന്നേറ്റ് പഠിക്കണം അല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ എഴുന്നേൽക്കാനുള്ള ടിപ്സിൻ്റെ വീഡിയോ എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ എഴുന്നേൽക്കുക എന്ന് വെച്ചാൽ ഞാനൊരു 5:15 ആകുമ്പോഴാട്ടോ എഴുന്നേറ്റ് അതിനുശേഷം ഒരു ചായ എല്ലാം ഇട്ടിട്ടാണ് പിന്നെ പഠിക്കാനിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ SCERT ആണ് പഠിക്കാറ്. അപ്പോൾ SCERT എടുത്തിട്ട് ഞാൻ പഠിച്ച ചാപ്റ്റർ തന്നെ കേട്ടോ, ഇത് റിവിഷനാണ്. അപ്പോൾ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ ഒരു ടൈം ടേബിൾ എഴുതുന്ന ബുക്കുണ്ട്. ആ ഒരു ബുക്കിൽ ടൈം ടേബിൾ എഴുതിയിട്ടാണ് ഞാൻ പഠിക്കുക. പക്ഷെ ഞാനതിപ്പോൾ രാവിലെ എഴുന്നേറ്റുടനെ മറന്നു കേട്ടോ. എന്നിട്ട് നേരെ SCERT എടുത്ത് പഠിക്കുകയാണ്. പിന്നെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് ടൈം ടേബിൾ എഴുതണ്ടേ എന്നുള്ളത്. അതിനുശേഷം ഞാൻ പഠിച്ചു കഴിഞ്ഞ ശേഷമാണ് ഓർമ്മ, മാർക്ക് ചെയ്തില്ലല്ലോ എന്ന്. അപ്പോൾ വേഗം ടൈം ടേബിളെല്ലാം എഴുതുന്നുണ്ട്. എന്നിട്ട് പിന്നെ അടുത്തുള്ളത് പഠിക്കാൻ പോകട്ടെ. SCERT ഇത് മാത്രമല്ല പഠിക്കുക, വേറെ എന്തെങ്കിലും ബുക്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം പഠിക്കണം. ഇതുണ്ടോ, ഇതും SCERTയുടെ ഒരു ബുക്ക് ഞാൻ ഫോട്ടോ കോപ്പി എടുത്തതാണ്. അപ്പോൾ അതിലും നോക്കി പഠിക്കുന്നുണ്ട്. പിന്നെ വേറെയും 2 ബുക്സ് കൂടി ഉണ്ട് പ്രൈം PSCയുടെ. അപ്പോൾ അതും നോക്കണം. അതും കൂടി നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ SCERT ഞാൻ ആ ഒരു ദിവസം SCERT നോക്കിന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ ടിക്ക് ഇടുള്ളൂ കേട്ടോ. ആ ഒരു എല്ലാ ബുക്സും നോക്കിക്കഴിഞ്ഞ ശേഷം. അപ്പോൾ ഇതിപ്പോൾ ഇരുന്ന് പഠിക്കുക. ഇതൊരു വലിയ ചാപ്റ്ററാണ്. 10ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൽ 7ാമത്തെ ചാപ്റ്റർ കേട്ടോ, സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നോക്കിക്കോളൂ. നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ കുറേ പഠിക്കാണ്ട്. ഞാൻ പഠിച്ചതാട്ടോ, ഇത് റിവിഷൻ ചെയ്യാനേ. ഇതിപ്പോൾ ഞാൻ ഒരൊറ്റ തവണയെ പഠിച്ചിട്ടുള്ളൂ. ആദ്യമായിട്ട് റിവിഷൻ ചെയ്യണം ഈ ചാപ്റ്റർ. അതുകൊണ്ട് തന്നെ ആദ്യം വായിക്കുന്ന പോലെ ഉണ്ട് ചില കാര്യങ്ങളൊക്കെ. എന്നാലും കുഴപ്പമില്ല, ഒട്ടുമിക്കതും നമുക്ക് പഴയ SCERTയിലുള്ളതും കൂടി തന്നെയാണ്. അപ്പോൾ ഇതിൽ പ്ലസ് എക്സ്ട്രാ കുറച്ച് വരുന്നുണ്ട് പോയിന്റ്സ് എന്നുള്ള. എന്നാലും നമ്മളൊന്ന് നന്നായി നോക്കേണ്ടതാണ് കേട്ടോ അതെല്ലാം. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കുക കേട്ടോ. നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഒരുവിധം ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കാൻ സാധ്യതയുള്ള, ഇതിനു മുമ്പും ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതും ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. നിങ്ങളിപ്പോൾ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ എല്ലാവരും പഠിക്കുക. അത് കഴിഞ്ഞ് SCERTയും പഠിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ ഇതാണ്ടോ ഈ അറിവിടത്തിൻ്റെ പ്രാക്ടീസ് ബുക്ക് ഉണ്ടല്ലോ, അതിൽ ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അവസാനം ഉത്തരങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനതിപ്പോൾ നോക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് OMR ആയിട്ട് എഴുതി നോക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കാമെന്ന് വെച്ചിട്ട്. എന്നിട്ട് നേരെ പോയി അടുക്കളയിൽ പോയി. പിന്നെ അടുക്കളയിലെ പണിയെല്ലാം വേഗം ഒരുക്കാണ് കേട്ടോ. വേഗം ചോറും കറിയും എല്ലാം റെഡിയാക്കുകയാണ്. ഉപ്പേരിക്കുള്ളതൊക്കെ അരിയുന്നുണ്ട്. പിന്നെ എൻ്റെ ഉമ്മ, അതായത് ഹസ്ബൻഡിൻ്റെ ഉമ്മ ഹെൽപ്പ് ചെയ്യുന്നതിനെ കൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ. വേഗം പണികളെല്ലാം തീരും. അപ്പം ഞാൻ ഇതുപോലെ എല്ലാ പണികളും വേഗം ചെയ്ത് ഉപ്പേരിയെല്ലാം വെച്ച് കറിയെല്ലാം ഉമ്മ വെക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ രാവിലെ എഴുന്നേറ്റ് ഉടനെ ചോറും വെക്കും കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിൽ കാണിച്ചില്ല. ചായ വെക്കുന്ന ടൈമിൽ ഞാൻ ചോറ് വെച്ചിട്ട് തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചിട്ടാണ് വരിക. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അത് ഊറ്റി വെക്കുകയാണ് കേട്ടോ ചെയ്യുക. പിന്നെ ഞാൻ പോയി എൻ്റെ വർക്കൗട്ടെല്ലാം ചെയ്ത് വേഗം തന്നെ പണിയെല്ലാം ഒരുക്കി. അടിച്ചു വാരലും തുടക്കലൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ, അടുക്കളയിലെ പണിയെല്ലാം ഒരുക്കി. അതിനുശേഷം കുറച്ച് കറണ്ട് അഫയേഴ്സ് ഞാൻ എഴുതാൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ കറണ്ട് അഫയേഴ്സ് എഴുതാണ്. ടാലൻറ്റിൻ്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് നോക്കിയിട്ടാട്ടോ എഴുതുന്നത്. അത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ അതല്ലാതെ യൂട്യൂബിൽ കുറേ ക്ലാസ്സുകളും കാണാറുണ്ട്. അതാണ് മെയിനായിട്ടും ഞാൻ കറണ്ട് അഫെയർ നോക്കാറുള്ളത്. പിന്നെ മുൻപാണെങ്കിൽ ഞാൻ PSC ബുള്ളറ്റിനൊക്കെ പതിവായിട്ട് വരുത്തുന്നുണ്ടായിരുന്നു, അതേപോലെ വായിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല, ഇനിയിപ്പോൾ കുറച്ച് വരുത്തണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം കുറച്ച് കൂടുതൽ കറണ്ട് അഫയേഴ്സ് വരുന്നത് PSC ബുള്ളറ്റിനിലാണല്ലോ. അപ്പോൾ അതും കൂടി ഇനി ഒന്ന് ആ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ടാട്ടോ ഈ ഒരു ടൈമൊക്കെ ഇങ്ങനെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും പറ്റില്ല. കാരണം കുട്ടികളെ റെഡിയാക്കണം, അവരെ പറഞ്ഞേക്കുന്ന ആ ഒരു ടൈമാണിത്. ഒരു 8:30-9 മണി ആ സമയമാണിത്. അപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് കുട്ടികൾ എണീക്കുന്നത് 8:30 കഴിഞ്ഞിട്ടാട്ടോ. അതുകൊണ്ടാണ് എനിക്ക് രാവിലെ എല്ലാ പണിയും വേഗം ഒരുക്കാൻ പറ്റുന്നത്, അടുക്കള ജോലികളൊക്കെ. അതിനുശേഷം ഞാൻ കഴിച്ച് പിന്നെ പാത്രം എല്ലാം കഴുകി വെച്ചിട്ടാണ് കുട്ടികൾ എണീച്ച് വന്നിട്ടോ. എന്നിട്ടാണ് ഞാൻ അവർക്കുള്ള ഫുഡ് കൊടുത്തതും അതേപോലെ അവരെ റെഡിയാക്കലൊക്കെ, അവരെ കുളിപ്പിച്ച് റെഡിയാക്കുകയൊക്കെ ചെയ്ത്. അപ്പോഴേക്ക് സമയം ഒരു 9:30 ആയി. അതിനുശേഷം ഞാൻ ബാക്കിയുള്ള ജോലികൾ ചെയ്യാൻ പോട്ടെ. അപ്പോൾ ഇയർഫോണ് ചെവിയിൽ വെച്ചിട്ട് ഞാൻ ക്ലാസ് കേട്ടിട്ടാണ്
എല്ലാ ജോലിയും ചെയ്യുക. ഇങ്ങനത്തെ കുറച്ച് ആക്റ്റീവായിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുമ്പോൾ ഇയർഫോൺ വെക്കാറുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും സ്നാക്സ് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കും, ബോറടിക്കാതിരിക്കാനും ഉറക്കം വരാതിരിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അറിവിടത്തിൻ്റെ പ്രാക്ടീസ് ബുക്ക്, ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് സോഷ്യൽ സയൻസ് ആണ്. ഇതിൻ്റെ തന്നെ സയൻസും ഇറങ്ങിയിട്ടുണ്ട്, അതേപോലെ രണ്ടും കൂടി ഒന്നിച്ചായിട്ടുള്ളതും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ സോഷ്യൽ സയൻസാണ് വാങ്ങിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പഠിച്ചൊരു ചാപ്റ്ററില്ലേ അത് OMR ആയിട്ട് എഴുതി നോക്കുകയാണ്. ഇങ്ങനെ എഴുതി നോക്കുകയാണ് കുറച്ച് കൂടുതൽ. നമ്മൾ വെറുതെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കി പഠിക്കുന്നതിനേക്കാൾ നമ്മളൊരു OMR ആയിട്ട് എഴുതി നോക്കൂ, ഉറപ്പായിട്ട് നമുക്ക് ചിലപ്പോൾ ഡൗട്ട് അടക്കം വരും. കാരണം അതിൽ ഓപ്ഷൻസ് ഉണ്ട്, 4 ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡൗട്ട് വരും. അപ്പോൾ നമ്മളിങ്ങനെ എഴുതി പരിശീലിക്കുകയാണെങ്കിൽ പിന്നെ നമ്മളത് മറക്കില്ല. പിന്നെ തെറ്റിയത് നമുക്ക് ഒന്നുകൂടി ഉറപ്പിച്ച് പഠിക്കാനും പറ്റും. മിക്ക ആൾക്കാർക്കും OMR എഴുതാന്ന് വെച്ചാൽ മടിയായിരിക്കില്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ ടൈം അതിൽ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് തോന്നും ആ സമയം വേറെ എന്തെങ്കിലും പഠിച്ചുകൂടെ എന്ന് തോന്നും. പക്ഷേ ഈ ഒരു OMR വർക്കൗട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലതായിട്ട് ആ സമയത്ത് ഒന്നുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം അത്രയും ബെനിഫിറ്റ് നമുക്ക് തരും കേട്ടോ. നമ്മൾ എക്സാം ഹാളിലാണ് ഇതിൻ്റെ എല്ലാം ഗുണം നമുക്ക് കിട്ടുക. ടൈം മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ ബബിൾ കറക്റ്റായി ചെയ്യാനും, ബബിൾ ചെയ്യുമ്പോഴെല്ലാം കളറെല്ലാം കറക്റ്റായിട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അതെല്ലാം കറക്റ്റാക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ടൈം മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കാനുള്ള ഒരു കഴിവും എത്ര പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താം എന്നുള്ളതൊക്കെ മെച്ചപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ OMR ആയിട്ട് തന്നെ എഴുതണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലൊരു 71 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാനതിൽ 69 ക്വസ്റ്റ്യൻസാണ് എഴുതിയിട്ടുള്ളത്. കാരണം 2 എനിക്ക് മറന്നുപോയി. ഞാനത് കാര്യമായിട്ട് വായിച്ചില്ല, നിസ്സാരം എന്ന് പറഞ്ഞിട്ട് വെറുതെ വിട്ട്. പക്ഷെ അതിൽ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 69 മാർക്കാണ് കിട്ടി. 71-ൽ 2 ഞാൻ എഴുതിയില്ല. അപ്പോൾ അതാണ് എൻ്റെ മാർക്ക്. അതിനുശേഷം ഞാൻ പിന്നെ എൻ്റെ കമ്പനി ബോർഡ് LGSൻ്റെ ഈ റാങ്ക് ഫയലാണ് കേട്ടോ പഠിക്കാനെടുത്ത്. ഇതിലിനി കുറച്ച് ഭാഗമുള്ളൂ, അതിങ്ങനെ തള്ളി നീക്കി ഇങ്ങനെ പതുക്കെ കൊണ്ടുപോവുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, സാംസ്കാരികം ആ ഒരു മേഖലയാട്ടോ. അപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കുറച്ചായിട്ട് പഠിക്കുന്നത്. പിന്നെ എന്നത്തെ ന്യൂസ് പേപ്പർ വായിച്ചില്ലെങ്കിലും ഇന്നത്തെ നമ്മൾ വായിച്ചിരിക്കണം. കാരണം നമുക്ക് കറണ്ട് അഫയേഴ്സ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ അധികം ന്യൂസ് പേപ്പർ വായിക്കുന്ന ആളൊന്നുമല്ല. പക്ഷേ ഇന്നത്തെ എന്തായാലും വായിച്ചിരിക്കണം എന്നുള്ളത് ഏതൊരു PSC ആസ്പിറൻറ്റ് ഇന്നത്തെ വായിച്ചിരിക്കണം കേട്ടോ. ആ ഒരു ബോധം എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് ഞാനിന്ന് വായിക്കാനെടുത്തു. കാരണം നമുക്ക് ഓരോരുത്തരുടെയും മണ്ഡലം ഏതാണ്, പ്രധാനപ്പെട്ട നേതാക്കൾ ഭൂരിപക്ഷം, കൂടുതൽ, കുറവ്, അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നമ്മളിതിൽ പ്രധാനമായിട്ട് നോക്കണം. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ ആ മണ്ഡലങ്ങളൊക്കെ നോക്കി വെക്കുകയാണെങ്കിൽ, പ്രധാനപ്പെട്ട ആളുകളുടെ മണ്ഡലങ്ങളൊക്കെ നോക്കി വെക്കുകയാണെങ്കിൽ അവർ മന്ത്രിമാരാകുന്ന സമയത്തും നമുക്കത് ഏത് മണ്ഡലത്തിൽ നിന്നാണെന്നുള്ളത് ഇപ്പോൾ വായിച്ചതിൻ്റെ ആ ഒരു ഓർമ്മ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വായിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എത്ര പെട്ടെന്ന് മറക്കില്ല കേട്ടോ പേപ്പറിൽ വായിച്ചതെന്നും. അപ്പം എല്ലാവരും ഇന്നത്തെ പേപ്പർ വായിച്ചു നോക്കുക. അതായത് ഞാൻ ഈ വീഡിയോ നാളെയാണ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇന്നലത്തെ പേപ്പർ, ഓക്കെ, ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള റിസൾട്ടിൻ്റെ പേപ്പർ, ന്യൂസ് പേപ്പർ എല്ലാവരും വായിച്ച് നോക്കുക. അതിൽ കറണ്ട് അഫെയർ നോട്ടിൽ എഴുതി വെക്കുക കേട്ടോ. ഞാൻ എഴുതി വെച്ചിട്ടില്ല, എഴുതി വെക്കണം. അപ്പോൾ അത്രയാണ് ഇന്ന് പറയാനുള്ളത്. ഈ ഒരു ചെറിയ മോർണിംഗ് സ്റ്റഡി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങളും ഇതുപോലെ പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ എഴുന്നേറ്റിട്ടൊക്കെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസിനൊക്കെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൂടി ചെയ്യാം കേട്ടോ. താങ്ക്